ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഒരു ചെറിയ കൂട്ടമായിട്ട് അപ്പൻ്റെ തൃപ്പാദത്തിലടിയങ്ങൾക്കായിരിക്കാൻ തന്ന വിലയേറിയ അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു കർത്താവേ. ഈ പൽക്കാലം വരാമായിരുന്ന എല്ലാവരുടെ അനർത്ഥങ്ങളിൽ നിന്നും രോഗപീഡനങ്ങളിൽ നിന്നും ഗർഭാണ്ട ദുഃഖങ്ങളിൽ നിന്നും എല്ലാ അടിയങ്ങളെ വിടുവിച്ച് ഈ സന്ധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ വലിയ കൃപയോർത്ത് കരുണയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു കർത്താവേ. അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള സ്വപുത്രൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്ന് കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ യേശുവിനോടുകൂടി സകലം നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. പല ഭവനങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ച് ഈ കൂടാരത്തിലായിരിക്കാൻ കർത്താവ് എന്ന വിലയേറിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. സ്തുതിക്കുന്നു. 2-3 പേർ യേശുവിൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യേ വരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പൊന്നു കർത്താവ് ഞങ്ങളുടെ മധ്യേ വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. ഈ ആലയത്തിൻ്റെ പരിസരവും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനി വരാനുള്ളവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. മാർഗമധ്യയുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി കർത്താവെ തക്ക സമയത്ത് അവർക്ക് വന്നു ചേരുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലായിട്ട് ശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ഇന്നത്തെ വചനങ്ങളിൽ ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ വചനം കേട്ട് കർത്താവെ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങളോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു. അടിയങ്ങളെ വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. പാപത്തോട് വിട്ട് ഒരു ജീവിതം ഞങ്ങൾക്ക് നയിക്കാൻ കർത്താവെ ഈ വചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു. അടിയങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്ന കർത്താവെ. ഹൃദയ നിരൂപണങ്ങളെയൊക്കെ ദൂരത്തു നിന്ന് അറിയുന്നവനായ കർത്താവെ. വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവായി ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനും ആ ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വളരുവാനും കർത്താവെ ആ വചനത്തിൽ വേരൂന്നി ജീവിക്കുവാനും കർത്താവ് തന്ന ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ കൂട്ടായ്മയിലെ ഓരോ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പല പ്രയാസത്തിലും ഭാരത്തിലും വന്നിരിക്കുന്നവരുണ്ട് കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യ ഭാരങ്ങളൊക്കെയും അറിയുന്നവനായ കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ഓരോരുത്തരെയും ആവശ്യ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് ആശ്വസിപ്പിക്കുന്നതായ വചനം കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പകുത്തു നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ. വീണ്ടും ഇന്നത്തെ കൂട്ടായ്മയോടൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം പറയുന്നതിൻ്റെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് കർത്താവെ ആ ക്രൂശിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഇത്രത്തോളം ബലപ്പെടുത്തിയതോ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. സകല മാനവും മഹത്വം യേശുവിനെ, സകലവും ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം ചെയ്യാം. നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ സ്നേഹമോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. കൊടും പാപിയായിരുന്നെന്നെ വഞ്ചേ
വഞ്ചേറ്റിൽ നിന്നു കയറ്റി ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ. നീയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാൻ നിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വൻശോധനാവേളയിൽ തീച്ചൂളയിൻ നടുവിൽ വൻശോധനാവേളയിൽ തീച്ചൂളയിൻ നടുവിൽ ചാരത്തണഞ്ഞു രക്ഷിച്ച മാമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ ചാരത്തണഞ്ഞു രക്ഷിച്ച മാമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാൻ നിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. 67 ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കഷ്ടവും നഷ്ടവും നേരിടുന്നേരം കഷ്ടവും നഷ്ടവും നേരിടുന്നേരം അവ സന്തോഷമായി സഹിച്ചിടാൻ ശക്തി നൽകുന്ന അവ സന്തോഷമായി സഹിച്ചിടാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരിൽ ഭാരമായിട്ടെന്നെ പോറ്റുന്ന കൂട്ടുകാരിൽ ഭാരമായിട്ടെന്നെ പോറ്റുന്ന എന്റെ പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. എന്റെ പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ
ജീവിതം പോ ഭാഗ്യം കാരിലെന്തുള്ളൂ മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ അതിൽ ആശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ അതിൽ ആശ്രയിച്ചു പാരിടത്തിൽ ചെയ്യും ഞാൻ ക്രിസ്ത്യജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ ക്രിസ്ത്യജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ ഈ ലോകരെല്ലാം മണ്ണാടി ചോടിയിടും നേരം ഈ ലോകരെല്ലാം മണ്ണാടി ചോടിയിടും നേരം ദൈവത്തിൻ കുഞ്ഞുങ്ങളെ ആനന്ദിച്ചിടും ദൈവത്തിൻ കുഞ്ഞുങ്ങളെ ആനന്ദിച്ചിടും ക്രിസ്ത്യജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ ക്രിസ്ത്യജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മഹൽ ഭാഗ്യമജീവിതം പാരിലെന്തുള്ളൂ മഹൽ ഭാഗ്യമജീവിതം പാരിലെന്തുള്ളൂ ക്രിസ്ത്യജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ ക്രിസ്ത്യജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ 106 പാട്ട് 106 എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി കുഞ്ഞാടിന്റെ വിലയേറിയ വീണത്തിൽ കുഞ്ഞാടിന്റെ വിലയേറിയ വീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി ഫറവോനു ഞാനിനി അടിമയല്ല ഫറവോനു ഞാനിനി അടിമയല്ല പരമസിയോനിൽ ഞാൻ അന്യനല്ല പരമസിയോനിൽ ഞാൻ അന്യനല്ല എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി മകയെ മധുരമാക്കി തീർക്കുമാവേ മകയെ മധുരമാക്കി തീർക്കുമാവേ പഴയ പിളർന്നു തകം പോക്കുമാവേ പഴയ പിളർന്നു തകം പോക്കുമാവേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി മരുവിലൻ ദൈവമെനിക്കധിപതിയേ മരുവിലൻ ദൈവമെനിക്കധിപതിയേ തരും അവൻ പുതുമന്ന അതു മതിയേ തരും അവൻ പുതുമന്ന അതു മതിയേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി
സംഹാരദൂതൻ എന്നെ കടന്നുപോയി മനോഹരമായ കനാൻ ദേശമേ മനോഹരമായ കനാൻ ദേശമേ അതേ എനിക്കറിയാത്തൊരവകാശമേ അതേ എനിക്കറിയാത്തൊരവകാശമേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ കനാൻ ജീവിതം എനിക്കാനന്ദമേ കനാൻ ജീവിതം എനിക്കാനന്ദമേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്റെ ബലവും എന്റെ സങ്കേതവും എന്റെ ബലവും എന്റെ സങ്കേതവും എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 സങ്കീർത്തനങ്ങൾ 62 എന്റെ ഉള്ള ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എന്റെ രക്ഷയാവുമ്പോൾ നിന്ന് വരുന്നു നിങ്ങളെല്ലാവരും രാജ്യം അതിലും ആടുന്ന വേരിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും എന്റെയുള്ള ദൈവത്തെ നോക്കി മൗനമായിരിക്കാം എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു എന്റെ ഉറപ്പുള്ള മാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു സാമാന്യജനം വിശ്വാസവും ശ്രേഷ്ഠജനം ഘോഷമത്രേ വിലാസന്റെ തൊട്ടുള്ളവർ മുങ്ങിപ്പോകും അവർ ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു എല്ലാം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് തിമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. 1 തിമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അന്യരെ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഒതുങ്ങുന്ന കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ഈ തിമോഥെയോസിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് അന്യത ഉപദേശിക്കരുത്,
തെറ്റായ കാര്യങ്ങൾ ഉപദേശിക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം മറ്റു രീതിയിൽ അതിനെ ഉപദേശിക്കരുതിനെ കുറിച്ച് പറയുകയാണ് അവിടെ. അത് തിമോഥെയോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു. 6:3 പറയുന്നു, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സത്യവചനം ഭക്തിയോടെ ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവർ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിനും വാഗ്വാദത്തിനും ഭ്രാന്തി പിടിച്ച് തീർത്തിരിക്കുന്നു. ഇവിടെ പറയാം, യേശുക്രിസ്തുവിൻ്റെ സത്യവചനം ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നു. ഭക്തിക്കൊത്ത ഉപദേശം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനനുസരിച്ചല്ല പലരും ഈ ദൈവവചനം മറ്റുള്ളവരോട് പറയുന്നത്. അവരവരുടെ ചിന്താഗതിക്കും ആശയത്തിനും അല്ലെങ്കിൽ കാഴ്ചപ്പാടിനും അനുസരിച്ച് ദൈവവചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ദൈവവചനം പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ കൃത്യമായി ദൈവവചനത്തിൻ്റെ ആ ഭക്തിക്കൊത്തതായ ഉപദേശം നമ്മൾ പറയും. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ കൃത്യമായി പറയണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വാക്യം പറയുന്നു, വാഗ്വാദനും ഭ്രാന്തി പിടിച്ച് തീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശാഠ്യം, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധിയും സത്യത്യാഗികളായ മനുഷ്യരുടെ വ്യർത്ഥാവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായസൂത്രമെന്ന് വിചാരിക്കുന്നു. ഈ അന്യത ഉപദേശിക്കുന്ന, അതായത് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വചനം തെറ്റായി പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ക്രിസ്തുവിൻ്റെ വചനത്തിലുള്ളത് പോലെ അല്ലാതെ തെറ്റായി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആദായം അവരെങ്ങനെയായി തീരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ച് അസൂയ, ശാഠ്യം, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധി, സത്യത്യാഗികളായ മനുഷ്യരുടെ വൃഥാവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായസൂത്രം എന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടുള്ള ദൈവത്തിൽ വലുതായ ആദായം തന്നെ ആകുന്നു. ഇങ്ങനെ ദൈവവചനത്തെ അവനവൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ആദായത്തിന് വേണ്ടി, ഈ നിലനിൽപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരെ കുറിച്ചാണ് തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകത്ത് പലതരത്തിലുള്ള ഉപദേശങ്ങളുണ്ട്. അതെല്ലാം സത്യമാണെന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നമ്മളോട് പറഞ്ഞു തരും, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ അയ്യോ ശരിയായിരിക്കും എന്ന് ഒക്കെ തോന്നുന്ന തരത്തിലാണ് നമ്മളെക്കുറിച്ച് ചിന്തിപ്പിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ദൈവജനത്തെക്കുറിച്ച് പഠിക്കുകയും ക്രിസ്തുവിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറി ജീവിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ 3-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ പറയും, ദൈവവ്യവസ്ഥയ്ക്ക് ഒക്കാത്ത കെട്ടുകഥകൾ പറയരുത്. ദൈവവ്യവസ്ഥ, അത് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവവ്യവസ്ഥയ്ക്കല്ല തങ്ങൾക്ക് മാത്രം ഒതുങ്ങുന്ന കെട്ടുകഥകൾ. ഇന്ന് മുഴുവൻ കെട്ടുകഥകളുടെ ഒരു കൂമ്പാരമാണ് ക്രിസ്തീയ ജീവിതം. അത് നമുക്ക് ഒരു ആദ്യം ഏത് ഭാഗത്ത് നോക്കിയാലും കെട്ടുകഥകളാണ്. അതിൽ തന്നെ ഞാൻ സംഘത്തോട് പറയട്ടെ, ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത് ഒരു CSI പള്ളിയുണ്ട്. അവിടെ നമ്മുടെ കൂട്ടുകാർ തന്നെ അവിടെ ഉള്ളവർ അവർ പറയാം, മുറ്റിക്കൂടെ അവർ കാര്യം സാധിക്കുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുക. പുതിയ ഒരു സമ്പ്രദായം അവിടെ തുടങ്ങാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് പറയാൻ ഒരു കെട്ടുകഥകൾ കാണും. അതിന് അങ്ങനെയുള്ള ഈ സാധനങ്ങൾ കുറച്ച് ഒരു 10 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കൊടുത്തത് കൊണ്ടാണ് അതിനൊരു ഐതിഹ്യം അവിടെ വരും. അതൊക്കെ മനുഷ്യൻ്റെ കെട്ടുകഥകൾ അങ്ങനെ രൂപാന്തരം അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അവിടെയുള്ളവർ ക്രിസ്തുവിനെ അറിയും? ഈ കെട്ടുകഥകളുടെ പുറകെ കാര്യം കൊടുത്താൽ സ്വാർത്ഥവതികളായി വിശ്വാസികൾ പോവുക. കാരണം എനിക്ക് എൻ്റെ കാര്യം നടക്കണം, അതിന് മുത്തിക്കൂടെയല്ല എന്ത് കൊടുത്താലും എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിന് കൊടുക്കുക. അവിടെ ഹൃദയ ശുദ്ധി വരുത്തിയെങ്കിൽ മാത്രമേ ദൈവസന്നിധി നമുക്ക് നിൽക്കുവാൻ സാധിക്കും. ക്രിസ്തുവിനോട് ചേർന്നല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. അതാണ് നമ്മുടെ ഒരു വില. അതിലേക്ക് വരണമെങ്കിൽ ചിലതായിട്ട് 20 വാളിൽ നമ്മുടെ ഹൃദയത്തെ മുറിച്ച് ചെല്ലും. അത് ഇച്ചിരി വേറെ കഠിനപ്പെടുന്ന ചില സംഗതികൾ നമ്മളെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുകയും നമ്മളെ കീഴ്മുറുക്കുന്നതായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും. അതൊന്നും ഇല്ലാതെ എളുപ്പമുള്ള കുറച്ച് കാശ് കൊടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുള്ള കെട്ടുകഥകൾ നമ്മളെ കൊണ്ട് ഈ ക്രിസ്ത്യൻ ലോകം മുഴുവൻ അങ്ങനെ പോവുകയാണ്. വളരെ ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പം മാതാവിനോടുള്ള പ്രാർത്ഥന AD 400-ലാണ് സംഭവിച്ചത്. അതെന്ത് മാതാവ് ഉടലോടെ സ്വർഗത്തിൽ പോയെന്ന് പറഞ്ഞത് 400 കഴിഞ്ഞപ്പോൾ പോകുമ്പോൾ അതിന് മുമ്പില്ലായിരുന്നു ആ വിശ്വാസം. ക്രിസ്മസ് നമ്മുടെ സങ്കീർത്തനത്തിൽ പറയുന്നു, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും. ഇത് ക്രിസ്തുമസ് ഡിസംബർ 25 പറഞ്ഞത് സൂര്യഭഗവാന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതാണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ളവരായിരിക്കണം. അനുസരിച്ച് വിശ്വസിക്കാതിരിക്കുന്ന ഓരോ വ്യക്തികളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം നമുക്കതിന് ദൈവം ഈ ലോകത്ത് അവസരം തന്നിട്ടുണ്ട്. അറിവില്ല എന്ന് നാളെ നമ്മൾ പറയാൻ ഇടയാകരുത്. കാരണം
നമുക്ക് വിശ്വസിക്കാം, എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആർക്കും ചോദ്യം ചെയ്യാനില്ല. പക്ഷേ അറിവില്ലായിരുന്നു, എനിക്കറിയാത്തത് കൊണ്ടാണെന്നുള്ള ഒരു ഓപ്ഷൻ ദൈവസന്നിധി നമ്മൾ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടെ നമ്മൾ നിന്നുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ 1 തിമോഥെയോസിന്റെ ലേഖനത്തിൽ തന്നെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 തൊട്ട് പറയുന്നു, എന്നാൽ ഭാവി കാലത്ത് ചിലർ രാജാത്മാക്കളും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ചു ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ചലിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിക്കുന്ന വിശ്വാസികൾ സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കാൻ ദൈവം സൃഷ്ടിച്ച ഭോജനങ്ങൾ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കൂടെയാണല്ലോ പോകുന്നത്. നമുക്ക് മനസ്സിലാവുമല്ലോ ഈ ഭോജനങ്ങൾ എന്താണ് പ്രയോജനമുള്ളത്. ഒരു പ്രയോജനമില്ല. ക്രിസ്തു പറയുന്നത് നമ്മളോട് പറഞ്ഞതല്ല, ഇത് ഉള്ളിലോട്ട് ചെല്ലുന്ന പിറ്റേ ദിവസം മറപ്പുറേ പോകുന്ന ഒരു സംഭവം, അതിനപ്പുറത്തേക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള കഴിക്കുക അത് നമ്മുടെ സ്വന്തം ഒരു സ്വാതന്ത്ര്യമാണ്. കൊളസ്ട്രോൾ കൂടും, അങ്ങനെയുള്ള ഭൗതികമായ ചിന്ത നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ. അങ്ങനെയുള്ളതല്ല, ഇതിന് വേറൊരു ആത്മീയമായ അർത്ഥമില്ല. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്തിനാണ് പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് സമയത്തിൻ്റെ ദശാംശം. ഈ ഇരിക്കുന്ന ആൾക്കാർ സമയത്തിൻ്റെ ഒരു ഇരട്ടി ദശാംശം കൊടുക്കാൻ ഈ സാധനങ്ങൾ കാണിക്കും. ഒരു 5 മണിക്കൂർ ദൈവസന്നിധി ഇരിക്കും, അരമണിക്കൂർ ദൈവസന്നിധിയിൽ ധ്യാനിക്കാൻ പോലും കഴിയാതെ ആണ് പറയുന്നത് നമ്മൾ ആഹാരം വർദ്ധിക്കണമെന്ന്. അതൊക്കെ വ്യാജമായ ഉപദേശങ്ങളാണെന്നുള്ളത് കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അന്തമില്ലാത്ത വംശാവലികളെ ശ്രദ്ധിക്കരുത്. അന്തമില്ലാത്ത നമ്മളിപ്പം ഈ ഭാരതത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം തോമസ് ലീഗ വന്നപ്പോൾ ആയെന്നുള്ളതാണ് പല സഭകളുടെ വിശ്വാസം. നമ്മൾ തോമസ് ലീഗ വന്നപ്പോഴുള്ള വിശ്വാസം ആണെന്ന് തന്നെ നമ്മൾ വാദത്തിന് അംഗീകരിച്ചാലും ആ വിശ്വാസം നമ്മൾ ക്രിസ്തുവിലേക്ക് എത്തിക്കുന്നില്ല. ഇനി തോമസ് ലീഗ നമ്മൾ നേരിട്ട് നോക്കിയാലും ആ വിശ്വാസമല്ല, അത് ആ പാരമ്പര്യമല്ല, അതൊന്നുമല്ല. ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസമാണ് എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത്. ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി എനിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അത് ഞാൻ വിശ്വസിച്ചിട്ട് പിന്നെ പിന്മാറിപ്പോയോ, ഇതൊക്കെയാണ് പേരെഴുതുന്നതും മായ്ച്ചു കളയുന്നതുമായ ക്രിസ്തുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, വിശ്വസിച്ചുകൊണ്ട് അത് നമുക്ക് വിശ്വാസമായി പരിഗണിച്ച് ക്രിസ്തുവിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭർത്തവാദിന് തിരിഞ്ഞ് ധർമ്മോപഷ്ടകളായി ഇരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്ന എന്നതെന്നും സ്ഥാപിക്കുന്ന എന്നതെന്നും എന്നും ഗ്രഹിക്കുന്നില്ലതാണ്. ചില ആൾക്കാരുണ്ട് ധർമ്മോപനിഷ്ഠകൾ, ഇന്ന ചെയ്താൽ ഇന്ന് കിട്ടും, അല്ല നല്ലത് ചെയ്യണം, ഭയങ്കര ഉപദേശക്കാരായ ആൾക്കാരുണ്ട്. അതല്ല, ഇന്ന് ക്രിസ്തുവിൻ്റെ ഉപദേശം വിട്ട് നമ്മൾ പള്ളിയിലിരിക്കും, അല്ല ചില ഉപദേശങ്ങൾ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കത് ആ രീതിയിൽ തോന്നും. അതുപോലെ തന്നെ അത് തിമോഥെയോസിന് എഴുതുന്ന ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 20-21 വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പറയാം, അല്ലയോ തിമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപദതി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേര് പറയുന്ന ഭക്തിവിരുദ്ധമായ വൃഥാഭാഷണങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കണം. ജ്ഞാനമെന്ന് വ്യാജമായി പേര് പറയുന്ന ഈ കേൾക്കുന്നതൊന്നും ജ്ഞാനമാണോ ഇല്ലയോ നമ്മൾ നോക്കണം. ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്ന കാര്യമാണോ എല്ലാവരും പറയുന്നത് എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ആണോ അല്ലയോ എന്ന് അത് നോക്കുക എന്നുള്ളത്. അത് ജ്ഞാനമെന്ന് വ്യാജമായി പേര് പറയുന്ന ഭക്തിവിരുദ്ധമായ ഭാഷണങ്ങളെ തർക്കസൂത്രങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. അത്തരം ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാട്ടെ. ഇതൊക്കെ സ്വീകരിക്കുമ്പോൾ അങ്ങനെയുള്ള ജ്ഞാനങ്ങൾ ഭയങ്കര ജ്ഞാനമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അന്നേരം ഈ തിമോഥെയോസിനോട് പൗലോസ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ആജ്ഞയുടെ ഉപദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവ ഉളവാകുന്ന സ്നേഹം തന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാജമായ ഉപദേശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞതിൻ്റെ ആജ്ഞയുടെ ഉദ്ദേശം എന്താണ്? ശുദ്ധ ഹൃദയം വേണം. ശുദ്ധ ഹൃദയം ഉണ്ടാകുവാൻ വേണ്ടിയാണ് പറഞ്ഞത്. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയും, എന്നാൽ സത്യമനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിക്കും.
ശുദ്ധ ഹൃദയം വന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയിട്ടുള്ളൂ. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആക്കുന്നത്. നമ്മൾ ഹൃദയപൂർവ്വം ശുദ്ധ ഹൃദയത്തിന് ഉടമകളായി ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലാക്കി കഴിയുമ്പോൾ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ സാധിക്കും. പല പ്രയാസങ്ങളുടെ നടുവിൽ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുമ്പോഴൊക്കെയും നമുക്കെല്ലാവരും ക്ഷമിക്കാൻ കഴിയും. ആ ക്രിസ്തുവിൻ്റെ ഭാവം നമുക്ക് വരണമെങ്കിൽ ആ ശുദ്ധ ഹൃദയം, ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ ശുദ്ധ ഹൃദയം നമുക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ മറ്റുള്ളവർ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കാൻ വേണ്ടി പറയുന്നു. അതിൽ പത്രോസിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുമ്പോൾ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷി ഉള്ളവരായിരിക്കും. നമ്മളെ പഴിക്കും. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ, നമ്മൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പോകുമ്പോൾ നമ്മൾ പഴിക്കുന്നവരെ കുറിച്ചാണ് പോകുന്നത്. അവരുടെ മുമ്പിൽ നമുക്ക് നല്ല മനസാക്ഷി ഉള്ളവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറയാൻ ഒരു കുറ്റവും പറയാം. അന്നേരത്തെ അവർ നമ്മളെ ദുഷിക്കുമ്പോൾ തിരിച്ച് അവരോടൊന്നും പറയാല്ല. നല്ല മനസാക്ഷി ഉള്ളവരെ കുറച്ച് കഴിയുമ്പോൾ അവരെ തന്നെ നമ്മളെ കണ്ടിട്ട് തിരുത്തുവാൻ തക്കമുള്ള ഒരു വിശ്വാസത്തിൻ്റെ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തക്കവണ്ണം ഇടയായിരിക്കണം. അത് പറഞ്ഞാൽ നിർവ്യാജ വിശ്വാസം. പിന്നെ 3-ാമതായി പറയുന്നത് നിർവാജ്യ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഈ നിർവാജ്യ വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതാണ് നമ്മുടെ നിർവ്യാജ വിശ്വാസം എന്ന് പറയുന്നത്. അത് 2 തിമോത്തിയോസ് അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 4-5 പറയുന്നു. വാഞ്ചിച്ചുകൊണ്ട് ഞാൻ പൂർവികരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സോട് ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിനക്ക് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇപ്പോൾ തിമോത്തിയോസിനെ കുറിച്ച് പറയും, നിന്റെ നിർവ്യാജ വിശ്വാസം നിമിത്തം ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അത് കഴിഞ്ഞ് അവൻ്റെ അമ്മയെക്കുറിച്ചും വലിയമ്മയെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അവർ നിർവ്യാജ വിശ്വാസത്തെക്കുറിച്ച് പറയാം. എന്താണ് അത്ര പറയത്തക്ക പൗലോസിൻ്റെ നിർവ്യാജ വിശ്വാസത്തെക്കുറിച്ച് പറയാം. അതിൻ്റെ 12-ാമത്തെ ഭാഗത്തിൽ പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു. പൗലോസ് പറയാം, ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത് ഉറപ്പോടെ ധൈര്യത്തോടെ പറയാം, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിക്കാൻ ശക്തനെന്ന് ഉറച്ചു വരികയും. അതായിരിക്കണം നമ്മുടെ വിശ്വാസം. അവൻ ക്രിസ്തു എൻ്റെ ഉപനിധി, അവൻ ആ ദിവസം വരെ സൂക്ഷിക്കാൻ ശക്തനെന്നറിയുന്നത്. ആ വിശ്വാസ ഉറപ്പ് ഉണ്ടെങ്കിൽ മറ്റുള്ള ദുരുപദേശം കേൾക്കുമ്പോൾ നമുക്ക് മാറിപ്പോകാൻ ഇടയാക്കിയിട്ടില്ല. ക്രിസ്തുവിനുള്ള ഉറപ്പ് നഷ്ടപ്പെടും. അല്ലെങ്കിൽ ആ ഉറപ്പ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പല കാര്യം കേൾക്കുമ്പോൾ ഒരു മനസ്സ് ചഞ്ചലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുവാൻ ഇടയായിത്തീരുന്നത്. അതും അല്ലെങ്കിൽ ചില കാര്യം കേൾക്കുമ്പോൾ അയ്യോ നമ്മളത് പറഞ്ഞാൽ ദോഷമാണോ അല്ലെങ്കിൽ തെറ്റാണോ, അങ്ങനെ നമുക്കൊരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോഴാണ് പല കാര്യങ്ങളും തള്ളിക്കളയാനും കൊള്ളുവാനും നമ്മുടെ ജീവിതത്തിൽ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് ആ സംശയത്തിന് ഇടയില്ലാതെ ക്രിസ്തുവിലുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും തെറ്റാണെന്ന് കാണുവാനും അതുപോലെ ക്രിസ്തുവിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ അത് തള്ളിക്കളയാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ പല ദുരുപദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്, നമ്മൾ ഇതുവരെ നമ്മുടെ വിശ്വാസത്തെ ഓരോ ദൈവജനം വായിക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസങ്ങളെ ശോധനയെ നമുക്കിടയായി. കാരണം ഇത് വായിച്ച് വെറുതെ ധ്യാനിച്ച് കേട്ട് അല്ലെങ്കിൽ നമുക്ക് കുറേ അറിവുണ്ടായി പോകുന്നതല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യണം. പല വിശ്വാസങ്ങൾ പല കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമ്മൾ പലതിനെ വിടുന്നത്. അങ്ങനെ അറിവ് വരുമ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും പരിശോധിക്കുകയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും കർത്താവിൻ്റെ രണ്ടാമത്തെ കർത്താവിനോട് ചേർക്കൊണ്ടൊക്കെയാണ് ഇടയായിത്തീരുന്നതിന് പ്രാർത്ഥിക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങ മാനസി കടന്നു വന്ന് പ്രാർത്ഥിക്കാം. സൗണ്ടിൽ വത്സമ്മ കടന്നു വരിക. മാനസിക്ക് സൗണ്ടിൽ നമുക്ക് വിദേശത്തായിരിക്കുന്ന നമ്മുടെ മക്കളെ എല്ലാം സമർപ്പിക്കാം. യുദ്ധത്തിൻ്റെ ഭീതിയിലായിരിക്കുന്ന മക്കളെല്ലാം യേശുവിൻ്റെ രക്തക്കോട്ടിൽ കർത്താവ് പൊതിഞ്ഞ് ദൂതന്മാരുടെ കാവലിൽ കർത്താവ് നിലനിർത്തേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ വിദേശത്തായിരിക്കുന്ന മക്കളെല്ലാം നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തക്ക തുണയ്ക്ക് വേണ്ടി അനൂപിനെയും ജനുവിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ നീക്കം വരാത്ത നിൻവാഗ്ദത്തമേൻ കേൾക്കുന്നിതാന്നുവല്ലോ. നീക്കം വരാത്ത നിൻവാഗ്ദത്തമേൻ കേൾക്കുന്നിതാന്നുവല്ലോ. പ്രാർത്ഥന
ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരവസരങ്ങളെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ആലയവും പരിസരവും അതിനും വരപ്പ് യേശുവിന്റെ രക്തത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു ശത്രുക്കളുടെ ബാധന യേശുവിന്റെ ദൂതന്മാർക്ക് അവരുള്ളതിനായി സ്തോത്രനാഥ. ഈ നിമിഷം വരെ പാടുവാനെ പ്രാർത്ഥിക്കുവാനെ സങ്കീർത്തനങ്ങളെ ധ്യാനിക്കുവാനൊക്കെ തന്ന ആ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. രണ്ടോ മൂന്നോ യേശുവിന്റെ നാമത്തിൽ കൂടിയെടുത്തവരുടെ നടുവിലേക്ക് വരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ മധ്യത്തുള്ളതിനായി സ്തോത്രനാഥ. ഇതുവരെ നടത്തിയ എല്ലാ വിധത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് എത്തുന്നു. എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആ സഹായം തന്നെ നല്ല നാഥനായ കർത്താവ് നമ്മുടെ മധ്യത്തുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗസിംഹാസന ഭൂമി പാതകടത്തിൽ ഒരു മനസ്സോടെ ഇരിക്കുന്നതാ. ദൈവത്തിന്റെ വചനത്താൽ ദൈവം പാതയ്ക്ക് പ്രകാശവുമാകുമല്ലോ. ആ പ്രകാശമാകുന്ന വചനത്താൽ അടിയിലെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കർത്താവിന്റെ ദൈവം കൂടെ ഇരിക്കായി സ്തോത്രം ചെയ്യുന്നതാകാം. എന്മനമേ ഹോവിയെ വാഴ്ത്തുക, എന്റെ സർവാന്തരമേ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ ഹോവിയെ വാഴ്ത്തുക, അവന്റെ ഉപകാരമൊന്നും മറക്കരുത്. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ചെറുതും വലുതും നന്മയ്ക്കായി 1000 നന്ദി പറയുന്നു കർത്താവേ. ഹോവിയിൽ അഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ. ദൈവമേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ തിരുസന്നിധി സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നതാക. ദൂരത്തിലായിരിക്കുന്ന മക്കളെ, വിദേശത്തായിരിക്കുന്ന മക്കളെ കാര്യങ്ങളെ സമർപ്പിക്കുന്നതാക. ദൈവമേ, അവരായിരിക്കുന്ന സ്ഥാനത്തിന്റെ കർത്താവിന്റെ വചനമെന്ന് അറിയിച്ചിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നിരിക്കുമ്പോൾ കർത്താവെ ആ വചനം കൊണ്ടവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാർക്ക് കാവലായി മുൻപടയായി പിൻപടയായി കൂടെ ഇരിക്കുകയായി സ്തോത്രം. കർത്താവ് ഒരു കാവ്യാവൊന്നും സംഭവിക്കുകയില്ലല്ലോ. ഈ നിമിഷം വരെ അവരെ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്തപ്പോൾ ആ സ്വർഗത്തിന്റെ കടിവാഴുന്ന സ്ഥലം പോരാതിനോട് അനുഗ്രഹിക്കാൻ വാക്കുപറ്റ കർത്താവ് ആ മക്കളോട് കൂടെ അവരെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കടന്നു പോകാതെ ഓടുവാനും അവർക്ക് ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ആ കരുതുന്ന ദൈവമായി, രക്ഷിക്കുന്ന ദൈവമായി, പരിപാലിക്കുന്ന ദൈവമായി ആ മക്കളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ദൈവമേ, വിവാഹത്തിനാഗ്രഹിക്കുന്ന മക്കളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, ഓരോരുത്തർക്ക് തക്കതായി ഗുണം കൊടുക്കുന്ന ദൈവമായ സ്തോത്രം ചെയ്യുന്നപ്പോ ദൈവമേ, ഏറ്റവും അനുഭവത്താൽ ഉന്നതമായ കർത്താവ് പ്രവർത്തിക്കുന്നതിനായ സ്തോത്രം. സഭാത്തിലേക്ക് കണ്ടെത്താൻ ദൈവം ദൂതന്മാരെ അയക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ആ മക്കൾക്ക് തക്കതായ ഗുണങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹനായി പ്രാർത്ഥിക്കുന്നു. നാം ആ കർത്താവിന്റെ ഫലം ആ മകന്റെ തലമുറയിൽ പാദങ്ങളിൽ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനാലും ശക്തീകരിക്കണമേ. വചനമായി കർത്താവിന് സൗഖ്യവും കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പോ ദേവത്താൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിപ്പടരാളുടെ സൗഖ്യം കർത്താവ് കൊടുക്കണമേ. കർത്താവിനെ തൊട്ടുവരും കർത്താവ് തൊട്ടുവരുന്ന സൗഖ്യം പ്രാപിച്ചല്ലോ. ആ വിശ്വാസത്തിനായി അനുഭൂതി വരുന്നതിനുമായ കർത്താവ് ഇവിടെ കൂട്ടിരിക്കായ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൊടുത്തിരിക്കുന്ന എല്ലാ നന്മയ്ക്കായ സ്തോത്രം. അടിക്കായി മക്കൾക്കായി കുഞ്ഞുമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പോക്കിലും വരവിലും എല്ലാം ദൂതന്മാരുടെ കാവലും കരലും കൂടെ ഇരിക്കണമേ. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപരിക്കണം കർത്താവെ. മുട്ടോളമല്ല അരിയോളമല്ല നീതി തുടിക്കുന്ന വലിയൊരു ജീവജനം നദി ഒഴിയുവാൻ തക്കണം. ആ പരിശുദ്ധാത്മാവിനെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുമ്പോൾ കർത്താവിന്റെ ശക്തി ഇറങ്ങി വന്ന് ദൈവമേ, ബലഹീനമായിരിക്കുന്ന ശരീരങ്ങളെ ഒന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവമേ, അവരുടെ എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്ര സർവ്വമായ അപകടം. ഒരുങ്ങാം. പാഠപുസ്തകത്തിലെ 147 പെന്തക്കോസ്ത് നാൾ നിർണയിച്ച ദൈവത്തിന് സ്തോത്രം. 147 പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ത പരമ
നെഞ്ചനമുണർന്നു വേല ചെയ്തിട തിന്മയ വികേര മാലിന്യം മാറേറാൻ നെഞ്ചനമുണർന്നു വേല ചെയ്തിട നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ മുത്തോളമല്ല അരയോളം പോരാ നദിയൊരു ജീവ നദിയൊരു മുത്തോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊരു നീട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീലവായെന്നോ തുറക്കുന്നവ നീട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീലവായെന്നോ തുറക്കുന്നവ നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ ചലിക്കുന്ന എല്ലാ പ്രാണികളുമെന്ന് ചലനമുണ്ടാക്കി ജീവൻ ഭവിപ്പാൻ ചലിക്കുന്ന എല്ലാ പ്രാണികളുമെന്ന് ചലനമുണ്ടാക്കി ജീവൻ ഭവിപ്പാൻ കൈവിന്യൽ നൽകേണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ കൈവിന്യൽ നൽകേണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ ശക്തിയാലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിൻ്റെ ആത്മാശക്തിയാലത്തെ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിൻ്റെ ആത്മാശക്തിയാലത്തെ ആട്ടുവാടി സ്തുതിക്കാം ഹല്ലേലൂയ ഭാര ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആട്ടുവാടി സ്തുതിക്കാം ഹല്ലേലൂയ ഭാര ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ നിന്മയ വീരം മാലിന്യം മാറേണം നെഞ്ചനമുണർന്നു വേല ചെയ്തിട നിന്മയ വീരം മാലിന്യം മാറേണം നെഞ്ചനമുണർന്നു വേല ചെയ്തിട നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ നിന്മയ വീരം മാലിന്യം മാറേണം നെഞ്ചനമുണർന്നു വേല ചെയ്തിട നിന്മയ വീരം മാലിന്യം മാറേണം നെഞ്ചനമുണർന്നു വേല ചെയ്തിട നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ നാളിൽ ഉന്മയ വീഴ്ച പരമപിതാവേ നിന്മയ നന്ദ ഹല്ലേലൂയ 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 രക്ഷകനേ 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 കുഞ്ഞാടിന്റെ രക്ഷക കുഞ്ഞാടിന്റെ രക്ഷകനേ 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 ഹല്ലേലൂയ 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 ആത്മാവിൽ നമ്മുടെ കർത്താവിനെ കടിമയെ ഓർത്ത് സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഈ സമയം തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ വചനം പറയുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവേ, അവിടുന്ന് ആ ക്രിസ്തീയ ശക്തി മോൻസിന് കൊടുക്കണമേ. മോൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവിൻ്റെ വചനം പറയുവാൻ കർത്താവേ, അവിടുത്തെ ആത്യന്ത ശക്തി വ്യാപരിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് കർത്താവേ ഞങ്ങൾക്ക് ഈ വചനം കേൾക്കുവാൻ ഞങ്ങൾക്കിടയായതിനായി നന്ദിയോടെ സ്തോത്രം. ഈ കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധവുമായ ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാനൊക്കെയും സാധിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഒരിക്കൽ കൂടി മോൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിൻ്റെ ആ പത്യവചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസഫലകളിൽ അത് എഴുതി തരുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരോഗ്യം കൊടുക്കണമേ കർത്താവ്. കർത്താവിൻ്റെ വചനം സംസാരിക്കുവാൻ അത്യന്ത ശക്തി പ്രാപിക്കുവാൻ എല്ലാം കൃപ കൊടുക്കണമേ. കൃപ അതാണ് മാത്രം. ദൈവമേ സ്തോത്രം. സകലതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 176 മനസ്സൊരുക്കുക ഒരു പുതുക്കത്തിനായി കർത്തനെ സുസാക്ഷികളായി